ഛത്തീസ്ഗഡിലെ മാവോയിസ്റ്റ് ആക്രമണത്തിൽ വീരമൃത്യു വരിച്ച മലയാളി ജവാൻ ആർ വിഷ്ണുവിന്റെ മൃതദേഹം നാട്ടിലെത്തിച്ചു. പുലർച്ചെ 1:30 തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ച മൃതദേഹം ആദ്യം പള്ളിപ്പുറം CRPF ക്യാമ്പിലേക്കാണ് കൊണ്ടുപോയത്. പിന്നീട് വിഷ്ണു പുതുതായി പണി കഴിപ്പിച്ച നന്ദിയോട് പൊട്ടൻചിറയിലെ വീട്ടിലെത്തിച്ചു. കുടുംബ വീട്ടിലും മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും. ഔദ്യോഗിക ബഹുമതികളോടെ കരിമൺകോട് ശാന്തികുടീരത്തിൽ മൃതദേഹം സംസ്കരിക്കും. റിനു ശ്രീധറാണ് വിശദാംശങ്ങൾ നൽകാൻ ചേരുന്നത്. റിനു, ഇപ്പോൾ മൃതദേഹം എവിടെയാണുള്ളത്? എപ്പോഴാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക? ശ്രുതി, അതുല്യ, ഇന്ന് പുലർച്ചെ 1:30 തിരുവനന്തപുരത്തെ പ്രത്യേക വിമാനത്താവളത്തിൽ വിഷ്ണുവിന്റെ മൃതദേഹം എത്തിച്ചത്. കാർഗോ ഏരിയയിൽ എത്തിച്ച അദ്ദേഹത്തിന്റെ മൃതദേഹം സർക്കാർ പ്രതിനിധികളടക്കം ഏറ്റുവാങ്ങി. തുടർന്ന് പള്ളിപ്പുറത്ത് CRPF ക്യാമ്പിലേക്ക് അദ്ദേഹത്തിന്റെ മൃതദേഹം കൊണ്ടുപോകും പ്രദർശനത്തിന് വെക്കുകയും ഔദ്യോഗിക ബഹുമതികൾ നൽകുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം 1.5 മാസം മുമ്പ് പണി കഴിപ്പിച്ച അദ്ദേഹത്തിന്റെ സ്വന്തം വസതിയിൽ എത്തിച്ച് മൃതദേഹം ഇപ്പോൾ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തിനെ സ്വന്തം വീട്ടിലേക്ക്, അതായത് കുടുംബ വീട്ടിലേക്ക് കൊണ്ടുപോകുമെന്നുള്ളതാണ്. അവിടെയായിരിക്കും 10 മണി വരെ പൊതുദർശനം ഉണ്ടാവുക. ഈ 10 മണിക്ക് ശേഷം നന്ദിയോട് ജംഗ്ഷനിൽ, അദ്ദേഹം കളിച്ചു വളർന്ന നന്ദിയോട് ജംഗ്ഷനിൽ പഞ്ചായത്ത് ജംഗ്ഷനിൽ പൊതുദർശനത്തിലേക്കും അതിനുശേഷമായിരിക്കും അദ്ദേഹം പഠിച്ച SKV ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊതുദർശനത്തിന് വയ്ക്കും. അതിനുശേഷം ഔദ്യോഗിക ബഹുമതികളോടുകൂടി കരിമൺകോട് ശാന്തികുടീരം പൊതുശ്മശാനത്തിൽ സംസ്കരിക്കുമെന്നുള്ളതാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. നമുക്കറിയാം, മിനിയാന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് ഛത്തീസ്ഗഡിലെ സുകുമ മാവോയിസ്റ്റ് ആക്രമണത്തിൽ സുകുമ ജില്ലയിൽ വെച്ച് അദ്ദേഹം വീരമൃത്യു മരിച്ചത്. കുഴിബോംബ് സ്ഫോടനത്തിലാണ് അദ്ദേഹത്തിന് ജീവൻ നഷ്ടമായത്. എന്തായാലും ഉയർന്ന CRPF ഉദ്യോഗസ്ഥരടക്കം ഇപ്പോൾ പാലോട്ടെ അദ്ദേഹത്തിന്റെ വസതിയിലുണ്ട്.